ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രേപ്സ് മിൽക്ക് ഷേക്ക് ആണ്. ചെറിയ സൈസിലുള്ള നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഗ്രേപ്സ് എല്ലാം നല്ല കഴുകിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേപ്സ് ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഗ്രേപ്സ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 100 ഗ്രാം പഞ്ചസാരയാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഗ്രേപ്സിൻ്റെ ഒരു ചെറിയ സിറപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കളറാണ്. ഞാനിപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കളർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കളർ ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തീയെല്ലാം അണച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞതാണ്. നാരങ്ങ നമുക്ക് നിറയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു പകുതി നാരങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. പുളിപ്പ് അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിവയൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത്. കാരണം നമുക്കിതിൽ സീഡ്സൊക്കെ ഉള്ളതാണ്. അതൊക്കെ അരഞ്ഞ് കിട്ടുമ്പോൾ ഒരു ചെറിയ കയ്പ്പ് ഉണ്ടാവുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ടാണ് ഇതുപോലെ കൈവച്ച് തന്നെ ഞെരടിയെടുക്കുന്നത്. ഞാൻ എല്ലാ മുന്തിരിങ്ങയും ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്ത ഗ്രേപ്സിൻ്റെ സിറപ്പെല്ലാം നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ്. ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഗ്രേപ്സ് തയ്യാറാക്കുമ്പോൾ ചേർത്തതാണ്. ഇനി ഇവയെല്ലാം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഹാലിം സീഡ്സ് കുതിർത്തതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡ്സാണിത്. തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കേണ്ട ഒരു സീഡ്സ് കൂടിയാണിത്. അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അയണിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഈ സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ഒത്തിരി ഔഷധ ഗുണങ്ങൾ കൂടിയുള്ള ഒരു ഹാലിം സീഡ്സാണിത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മിൽക്ക് ഷേക്കൊക്കെ റെഡിയായി കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.